ഹലോ, എങ്ങോട്ടാ എല്ലാരും കൂടി? ചർച്ചയ്ക്ക് പോവുകയാ. ചർച്ചയോ? അതെ, കാടിന്റെ പുരോഗതിക്ക് കഴുതകളുടെ ബുദ്ധിപരമായ ശേഷി എങ്ങനെ ഉപയോഗിക്കാം? അതാണ് ചർച്ച ചെയ്യുന്ന വിഷയം. ഹഹ, അത് കൊള്ളാം. സൂത്ര, ബുദ്ധി എന്താണെന്ന് പിടികിട്ടി. പക്ഷേ ഈ പരമായ എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിപരമായ എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ സംബന്ധിച്ചത് എന്നർത്ഥം. മനസ്സിലായോ? ഇല്ല ചേട്ടാ, എനിക്കൊരു സംശയം. ഈ ശേഷി എന്ന് പറഞ്ഞാൽ എന്താ? ഹഹ, ഇതൊന്നും അറിയാതെയാണോ ചർച്ചയ്ക്ക് പോകുന്നത്? ശേഷി എന്ന് പറഞ്ഞാൽ കഴിവ്, ശേഷിച്ചത് എന്ന് പറഞ്ഞാൽ കഴിച്ചത്. മനസ്സിലായോ കഴുതേ? ഇതൊന്നും കഴുതകൾക്ക് പറ്റിയ പണിയല്ല. കാടിന്റെ പുരോഗതിയൊക്കെ ബുദ്ധിയുള്ളവർ നോക്കിക്കോളും. അങ്ങനെ പറയരുത്. കഴുതകൾക്ക് ബുദ്ധിയുണ്ട്. ഇല്ല, ഇല്ലെന്ന് തെളിച്ചു തരാം. വേണോ? ശരു, ഇവനെ പിടിച്ച് കെട്ടിയിട്. വായ്ക്കകത്ത് ചപ്പും ചവറും തിരിയിക്കൂ. അയ്യോ, ഇനി ബാക്കി കഴുതകളെ കാണണം. ഒറ്റ ഒന്നിന് ബുദ്ധിയില്ലാന്ന് ഞാൻ തെളിച്ചു തരാം. ചെങ്ങാതിമാരെ, ഞാൻ സൂത്രൻ. വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയും. ഈ ഊവോ, പറയുമോ? എന്നാൽ അങ്ങനെ എന്തെങ്കിലും കാര്യം പറ, കേൾക്കട്ടെ. പറയാം. ദാ കേട്ടോ. ഇന്ന് നിങ്ങളുടെ ചർച്ചയ്ക്ക് ആ ഒറ്റച്ചെവിയൻ കഴുത വരില്ല. ഈ ഇതാണോ വരാൻ പോകുന്ന കാര്യം? അതെ, തട്ടിപ്പ്, തട്ടിപ്പ്. ചെങ്ങാതിമാരെ, ഇങ്ങേര് നമ്മളെ പറ്റിക്കുകയാ. അടിയവനെ, അടിയവനെ, ഇടിയവനെ, ചവിട്ടവനെ. എന്റെ കാട്ടുമുത്തപ്പാ, ബുദ്ധിമാന്മാരായ കഴുതകൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലെന്ന് കരുതിയോ മണ്ട? ഷോ, ഒരുത്തന് മാത്രം കാര്യം എങ്ങനെ പിടികിട്ടി? അവനെ വിളിച്ച് ചോദിക്കാം. ഹലോ, ഒന്നിങ്ങി വരാമോ? മിടുക്കൻ. ഞങ്ങൾ പറഞ്ഞു പറ്റിച്ചതാണെന്ന് എങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സിലായി? ഹിഹിഹി, അത് വളരെ എളുപ്പമല്ലേ. ഒറ്റച്ചെവിന് വരില്ലെന്നല്ലേ താൻ പറഞ്ഞത്? അതാണോ വരാൻ പോകുന്ന കാര്യം? അതിന് വരാതിരിക്കുന്ന കാര്യം എന്നാ പറയേണ്ടത്. മനസ്സിലായോ?